അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, HSM സ്കോളർഷിപ്പ് പരീക്ഷ 24-ാം തീയതി അല്ലേ, മറ്റന്നാൾ 8 മണിക്കാണ് എന്നാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് വിവരം ലഭിച്ചത് അല്ലേ. അപ്പോൾ 15 മാർക്കിന് സമസ്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 100ഓളം ക്വസ്റ്റ്യന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ മഹാന്മാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവരുടെ ജീവചരിത്രം കാര്യങ്ങളുള്ള ഒരു വീഡിയോ കൂടി ഇൻഷാ അല്ലാഹ് പണിപ്പുരയിലാണ് നാളെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താവുക, ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക, പഠിക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ് സമസ്ത സ്ഥാപിച്ചത്? വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ് അല്ലേ. വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ. സമസ്ത സ്ഥാപിച്ച വർഷം 1926-ലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 2ാമത്തെ പ്രസിഡന്റ് അഥവാ വൈസ് പ്രസിഡന്റ് അതിനൊക്കെ ചോദ്യം വരും. പ്രസിഡന്റ് ഞങ്ങൾക്ക് അറിയുണ്ടാവും, അപ്പോൾ വൈസ് പ്രസിഡന്റ് ചോദിക്കും. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ആരാണ്? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. സമസ്തയുടെ പ്രഥമ സെക്രട്ടറി സമസ്തയുടെ 1ാമത്തെ സെക്രട്ടറി ആരായിരുന്നു? PV മുഹമ്മദ് മൗലവി ആയിരുന്നു. PV മുഹമ്മദ് മൗലവി. സമസ്തയുടെ പതാക നിലവിൽ വന്ന വർഷം 1959 സെപ്റ്റംബർ 15. നിങ്ങൾ ഓർത്ത് വെക്കുക, 1959 കേട്ടോ, സെപ്റ്റംബർ 15. സമസ്തയുടെ കമ്പ്യൂട്ടർ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? MM ബഷീർ മുസ്ലിയാരാണ്. സമസ്തയുടെ കമ്പ്യൂട്ടർ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി MM ബഷീർ മുസ്ലിയാർ കേട്ടോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ SKJM അല്ലേ, SKJMCC എന്നുണ്ടാവും ചിലപ്പോൾ ഫുൾ ഫോം ചെയ്താനൊക്കെ, നമ്മളപ്പോൾ പറയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ എന്നൊക്കെയാണ് കേട്ടോ. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യ മദ്രസയുടെ പേര് ബയാനുൽ ഇസ്ലാം പുതുപ്പറമ്പ്. 1ാമത് രജിസ്റ്റർ ചെയ്ത മദ്രസയാണ്. ഇപ്പം 10,000-ഓളം മദ്രസകളുണ്ട് കേട്ടോ. ഇപ്പം ഞാനൊക്കെ 2 മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മദ്രസക്കൊക്കെ എന്തുണ്ടാവും, ഒരു 4-ക്കോ 3-ക്കോ ഒക്കെ ഉള്ള നമ്പർ ഉണ്ടാവും കേട്ടോ. സമസ്തയുടെ പ്രഥമ മുഖപത്രം, 1ാമത്തെ മുഖപത്രം അൽ ബയാൻ എന്നായിരുന്നു. സമസ്തയുടെ പ്രഥമ 1ാമത്തെ മുഖപത്രം അൽ ബയാൻ. 9ാമത്തെ ചോദ്യം, സമസ്തയുടെ സ്ഥാപക നേതാക്കൾ അവസാനം വഫാത്തായ വ്യക്തി. സ്ഥാപക നേതാക്കന്മാരിൽ അവസാനം വഫാത്തായത് കണ്ണിയത്ത് ഉസ്താദാണ് കേട്ടോ. ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്ത മഹാമനീഷി പണ്ഡിതനായിരുന്നു കണ്ണിയത്ത് ഉസ്താദ് കേട്ടോ. റഈസുൽ മുഹക്കിക്കീൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഓർത്ത് വെക്കാം. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ വർഷം 1993-ലാണ്. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായത് 1993-ലാണ്. സമസ്ത രൂപീകരണ യോഗത്തിൽ പ്രാർത്ഥന നിർവഹിച്ചത് ആരായിരിക്കും? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തന്നെയാണ് കേട്ടോ. വരക്കൽ മുല്ലക്കോയത്തങ്ങളാണല്ലോ സമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റ്. സമസ്ത രൂപീകരണ യോഗം നടന്ന സ്ഥലം കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് സമസ്ത രൂപീകരണ യോഗം നടന്നത്. സമസ്ത ഒരു സംഘടനയല്ല, അത് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ രൂപമാണെന്ന് പറഞ്ഞ പണ്ഡിതൻ ഷംസുൽ ഉലമ. സമസ്ത ഒരു സംഘടനയല്ല, അത് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ രൂപമാണെന്ന് പറഞ്ഞ പണ്ഡിതൻ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം സമസ്ത ജനറൽ സെക്രട്ടറി ആയ പണ്ഡിതൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരാണ് കേട്ടോ. EK ഉസ്താദ് എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? 1957 മുതൽ 1996 മരണം വരെ കേട്ടോ. 1957 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന 47 അല്ലേ, അവിടുന്ന് 10 വർഷം കൂട്ടുക കേട്ടോ. 1996 വരെ
ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ പ്രസിഡന്റ് ആയ പണ്ഡിതൻ കണ്ണിയത്ത് ഉസ്താദാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ പ്രസിഡന്റ് ആയ പണ്ഡിതൻ കണ്ണിയത്ത് ഉസ്താദാണ്. 1967 മുതൽ 1993 വരെ. ഏറ്റവും കൂടുതൽ കാലം സമസ്ത മുഷാവറാംഗമായ പണ്ഡിതൻ കണ്ണിയത്ത് ഉസ്താദ് തന്നെയാണ് കേട്ടോ. സമസ്ത മുഷാവറ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ. എത്ര വർഷമാണ് കണ്ണിയത്ത് ഉസ്താദ് മുഷാവറ അംഗമായത്? 67 വർഷം കേട്ടോ. എത്ര വർഷമാണ് കണ്ണിയത്ത് ഉസ്താദ് മുഷാവറ അംഗമായത്? 67 വർഷം. സമസ്താലയം സ്ഥാപിക്കപ്പെട്ട വർഷം 1970 കേട്ടോ. സമസ്താലയം അപ്പം അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേളാരിയെന്ന് മാറ്റുകയൊക്കെ ചെയ്തല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഥമ പോഷക സംഘടന എന്താ പറഞ്ഞേ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിത സഭ, അതിൻ്റെ ഒന്നാമത്തെ പോഷക സംഘടന. ധാരാളം പോഷക സംഘടനകളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള പോഷക സംഘടനയാണ് SKIMVB. നിങ്ങൾ കേട്ടില്ലേ? പുസ്തകത്തുമായി കണ്ടിട്ടില്ലേ? മദ്രസയിലെ പുസ്തകത്തുമൊക്കെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് കേട്ടോ. ചിലപ്പോൾ അത് ഫുൾ ഫോം എഴുതാനൊക്കെ ഉണ്ടാവാം. SKIMVB, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. സമസ്ത ഭരണഘടന രജിസ്റ്റർ ചെയ്ത വർഷം 1934 കേട്ടോ. സമസ്ത ഭരണഘടന രജിസ്റ്റർ ചെയ്ത വർഷം. ശംസുൽ ഉലമ വഫാത്തായ വർഷം നമ്മൾ പറഞ്ഞില്ലേ? 1996 കേട്ടോ. 19/8/1996. ഇനി കുറച്ച് ഉസ്താദന്മാർ വഫാത്തായ വർഷം പറയണേ. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ വർഷം 1993 കേട്ടോ. വാണിയമ്പലം ഉസ്താദ് വഫാത്തായ വർഷം 4/12/1980. EK ഹസൻ മുസ്ലിയാർ വഫാത്തായ വർഷം 14/8/1982. ആ വർഷങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഓർത്ത് വെക്കുക. ചോദ്യം വരുമോ പറയാൻ പറ്റില്ല. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അന്തരിച്ച വർഷം 14/4/2000 കേട്ടോ. ചെറുശോല അഹമ്മദ് മുസ്ലിയാരുടെ വഫാത്ത് ദിനം 2/3/2000. നാട്ടിക ഉസ്താദ് കേട്ടിട്ടുണ്ടെങ്കിൽ ആ നാട്ടിക V മൂസ മുസ്ലിയാർ കേട്ടോ. വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം വഫാത്തായത് 4/10/2001. നാട്ടിക V മൂസ മുസ്ലിയാരുടെ ജന്മദേശം മേലാറ്റൂർ പഞ്ചായത്തിലെ എടയാറ്റൂരിലാണ് കേട്ടോ. നാട്ടിക ഉസ്താദിൻ്റെ ജന്മദേശം മേലാറ്റൂർ പഞ്ചായത്തിലെ എടയാറ്റൂര്. ശംസുൽ ഉലമയുടെ പിൻഗാമി ആരാ? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ കേട്ടോ. ശംസുൽ ഉലമ 1979 മുതൽ മരണം വരെ ജോലി ചെയ്ത സ്ഥാപനം ദാറുസ്സലാം അറബിക് കോളേജ് നന്ദി. 1979 മുതൽ മരണം വരെ ജോലി ചെയ്ത സ്ഥാപനമാണ് ദാറുസ്സലാം അറബിക് കോളേജ് നന്ദി കേട്ടോ. നന്ദി ദാറുസ്സലാം എന്ന് പറയാം. SKSSF സ്ഥാപിത വർഷം മാസം തീയതി 1989 ഫെബ്രുവരി 19 കേട്ടോ. 1989 ഫെബ്രുവരി 19 SKSSF സ്ഥാപിത വർഷം കേട്ടോ. SKSSF സംഘടനയ്ക്ക് പേര് നൽകിയതാര്? SKSSFിന്റെ ഫുൾ ഫോം എന്താ? സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ. അതിന് പേര് നൽകിയത് CH ഹൈദ്രോസ് മുസ്ലിയാരാണ് കേട്ടോ. ഒക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു. CH ഹൈദ്രോസ് ഉസ്താദ് കേട്ടോ. SKSSFിന്റെ സ്ഥാപക പ്രസിഡന്റ് അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പാണ് കേട്ടോ. സ്ഥാപക പ്രസിഡന്റ് കേട്ടോ. ഒന്നാമത്തെ പ്രസിഡന്റ്. SKSSFിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യന്, SKJM പുറത്തിറക്കുന്ന ബാലമാസികയാണ് കുരുന്നുകൾ.
ക്വിസിനൊക്കെ പറയുമ്പോൾ കുരുന്നുകൾ മൊത്തമായിട്ട് പറഞ്ഞുകൊണ്ട് ചില മാർക്ക് പോട്ടോ. SYS മുഖപത്രം ഏതാണ്? സുന്നി അഫ്കാർ. കണ്ടിട്ടുണ്ടോ? സുന്നി അഫ്കാർ. കുടുംബം മാസിക പ്രസിദ്ധീകരിച്ച വർഷം 2002. സന്തുഷ്ട കുടുംബം എന്ന് കണ്ടിട്ടില്ലേ? 2002. സമസ്തയുടെ പത്രമായ സുപ്രഭാതം പിറന്ന വർഷം 2013 കേട്ടോ. സമസ്ത പൊതുപരീക്ഷ ആരംഭിച്ച വർഷം 1959. അന്നേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൊതുപരീക്ഷ കേട്ടോ. സമസ്തക്ക് കീഴിൽ സ്ഥാപിതമായ പ്രഥമ ബോർഡിംഗ് മദ്രസയാണ് ജാമിയ നൂരിയ ബോർഡിംഗ് മദ്രസ. സമസ്തക്ക് കീഴിൽ സ്ഥാപിതമായ പ്രഥമ ഒന്നാമത്തെ ബോർഡിംഗ് മദ്രസ ജാമിയ നൂരിയ ബോർഡിംഗ് മദ്രസ. ജാമിയ നൂരിയ അറബി കോളേജ് സ്ഥാപിതമായ വർഷം 1964. പട്ടിക്കാട്. ഇപ്പം അതിൻ്റെ വാർഷികം നടക്കാൻ പോവാണ് ജനുവരി 1 മുതൽ 5 വരെ കേട്ടോ. SKIMVB നിലവിൽ വന്ന വർഷം 1950. SKIMVB സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. SKJM നിലവിൽ വന്ന വർഷം സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. ഈ ഷോർട്ട് ഫോമൊക്കെ ഒന്ന് ഓർത്ത് വെക്കട്ടോ, ഫുൾ ഫോമേ. 1958. പ്രഥമ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പയ്യന്നൂർ വെച്ചിട്ടാണ് ചേർന്നത് കേട്ടോ. SKJMന്റെ ആദ്യ പ്രസിഡന്റ് വാണിയമ്പലം P. അബ്ദുറഹ്മാൻ മുസ്ലിയാർ. SKJMന്റെ ആദ്യ പ്രസിഡന്റ് വാണിയമ്പലം P. അബ്ദുറഹ്മാൻ മുസ്ലിയാർ. SKSBV നിലവിൽ വന്ന വർഷം, കുട്ടികളുടെ സംഘടനയാണല്ലോ SKSBV അല്ലേ, 1994 കേട്ടോ. അൽ മുഅല്ലിം മാസിക അത് ഉസ്താമാർക്കുള്ളതാണ് കേട്ടോ. അത് ആരംഭിച്ച വർഷം 1958. അൽ മുഅല്ലിം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അടുത്ത് SKJM പ്രഥമ സെക്രട്ടറി P. അബൂബക്കർ നിസാമി സെക്രട്ടറി ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞില്ലേ. സമസ്തയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ശേഷം അദ്ദേഹം പ്രസിഡന്റും ആയിരുന്നു കേട്ടോ. SKJM പ്രഥമ ട്രഷറർ. SKJMന്റെ വേറെ ഓർക്കണം കേട്ടോ, KP ഉസ്മാൻ സാഹിബ്. സമസ്ത ഹിസ്ബ് ക്ലാസ് ആരംഭിച്ച വർഷം 1961. ഹിസ്ബ് കേട്ടിട്ടുണ്ടോ? ഖുർആൻ ട്രെയിനിങ് ക്ലാസ് ആണ് കേട്ടോ. ഹിസ്ബ് ഉസ്താമാർക്കുള്ള ട്രെയിനിങ് ക്ലാസ് ആണ്. ഷംസുൽ ഉലമ സമസ്തയുടെ ഊന്നുവടി എന്ന് പറഞ്ഞ സംഘടനയാണ് SYS സുന്നി യുവജന സംഘം. ഷംസുൽ ഉലമ സമസ്തയുടെ ഊന്നുവടി എന്ന് പറഞ്ഞ സംഘടനയാണ് SYS. സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കേട്ടോ. സമസ്തയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി, അത് മാർക്കരുത് കേട്ടോ, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയില്ലേ? ഓക്കെ. സമസ്തയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ. തിരൂർക്കാടാണ് അദ്ദേഹത്തിന്റെ വീട് കേട്ടോ. ജനറൽ സെക്രട്ടറി ആണെന്ന് മറക്കരുത്. ഇതൊക്കെ സിമ്പിളാണ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. സമസ്ത മുഷാവറ അംഗങ്ങൾ എത്ര മുഷാവറ അംഗങ്ങളുണ്ട്? 40 അംഗ പണ്ഡിതന്മാർ കേട്ടോ. അതാണ് മുഷാവറ അംഗം എന്ന് പറയാം. SKSSF പ്രമേയം എന്താണ്? വിജ്ഞാനം വിനയം സേവനം. പഠിച്ചോളെ, വിജ്ഞാനം വിനയം സേവനം. SKSBVയുടെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിയണം. സമസ്ത കേരള സുന്നി ബാലവേദി കേട്ടോ. SKSBV സ്ഥാപിച്ച വർഷം മാസം ദിവസം 1993 ഡിസംബർ 26 കേട്ടോ. SKSBV സ്ഥാപിച്ചത്. ഏത് സമ്മേളനത്തിലാണ് SKSBVയുടെ രൂപീകരണം നടന്നത്? 1993 ചേളാരിയിൽ നടന്ന SKJMCC സമ്മേളനത്തിൽ വെച്ച്. 1993 ചേളാരിയിൽ വെച്ച് നടന്ന SKJMCC സമ്മേളനത്തിൽ വെച്ചാണ് SKSBV രൂപീകരിച്ചത് കേട്ടോ.
SKSBVയെ സമുദായത്തോട് ആദ്യമായി പ്രഖ്യാപിച്ച പണ്ഡിതൻ ഷെയ്ഖുന KT മാനു മുസ്ലിയാർ. SKSBVയെ സമുദായത്തോട് ആദ്യമായി പ്രഖ്യാപിച്ച പണ്ഡിതൻ ഷെയ്ഖുന KT മാനു മുസ്ലിയാർ. സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ട സമസ്തയുടെ പണ്ഡിതനാരായിരുന്നു? KT ഉസ്താദ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ KT മാനു മുസ്ലിയാർ. ആരുടെ പ്രാർത്ഥനയോട് കൂടിയായിരുന്നു SKSBVയുടെ പ്രവർത്തനാരംഭം? സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായിട്ടുണ്ട് കേട്ടോ, അറിയില്ലേ? ഏഷ്യയിലെ ഏറ്റവും വലിയ ബാലവിദ്യാർത്ഥി പ്രസ്ഥാനം, ഏഷ്യയിലെ, നമുക്ക് ഏഷ്യ കോണ്ടിനെന്റിൽ പെട്ടവരല്ലേ, ഭൂഖണ്ഡത്തിൽ പെട്ടവരല്ലേ, അതിൽ ഏറ്റവും വലിയ ബാലവിദ്യാർത്ഥി പ്രസ്ഥാനം SKSBV ആണ് കേട്ടോ. SKSBVയുടെ സിൽവർ ജൂബിലി നടന്ന വർഷം 2018 ഡിസംബർ 24, 25, 26. എവിടെയായിരുന്നു സിൽവർ ജൂബിലി നടന്നത്? ബൈത്തുൽ ഹിക്മ, മലപ്പുറം. SKSBV സിൽവർ ജൂബിലി പ്രമേയം എന്തായിരുന്നു? നന്മ കൊണ്ട് നാടൊരുക്കാം, വിദ്യ കൊണ്ട് കൂട് തീർക്കാം. നന്മ കൊണ്ട് നാടൊരുക്കാം, വിദ്യ കൊണ്ട് കൂട് തീർക്കാം. SKSBV വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന വിജ്ഞാന പരീക്ഷ ജ്ഞാനതീരം. ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷൻ്റെ പേരെന്താ? HSM അല്ലേ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ കേട്ടോ. എത്രാമത്തെ ജ്ഞാനതീരം പരീക്ഷയാണ്? 2022 നടന്നത്, 7ാമത്തെ കേട്ടോ. ഇപ്പം ഏതാണ് 2024 അല്ലേ? ജ്ഞാനതീരം എന്ന് പറഞ്ഞാൽ അറിയില്ല, വീട്ടിലേക്ക് ക്വസ്റ്റ്യനൊക്കെ കൊടുത്ത് വരലൊക്കെ അല്ലേ, നമ്മൾ കണ്ടെത്തിയിട്ടൊക്കെ എഴുതും. SKSBV വിദ്യാർത്ഥികൾക്കായി സമസ്ത ഇറക്കുന്ന മാസികയുടെ പേര് നേരത്തെയും വന്ന് ചോദ്യം അല്ലേ, കുരുന്നുകൾ. SKSBVയുടെ പ്രഥമ പ്രസിഡന്റ്, ഒന്നാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കേട്ടോ, മറക്കരുത്. SKSBVയുടെ വിദ്യാഭ്യാസ വിങ്ങിന് എന്താ പറയാം? അലിഫ് കേട്ടോ, വിദ്യാഭ്യാസ വിങ്ങിന് അലിഫ്. സേവന രംഗത്തുള്ള SKSBVയുടെ വിങ്ങാണ് ഹിദ്മ. ഹിദ്മ എന്ന് പറഞ്ഞാൽ സേവനം എന്നല്ലേ. SKSBVയുടെ സ്വഭാവ സംസ്കരണ വിങ്ങാണെന്ത്? അദബ്, സ്വഭാവ സംസ്കരണ വിങ്. സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി SKSBVയുടെ കീഴിലുള്ള വിങ്ങാണ് ടെക് അഡ്മിൻ. എന്താണ് ടെക് അഡ്മിൻ? SKSBV ജനുവരി 26 റിപ്പബ്ലിക് ഡേ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിൻ്റെ പേരാണ് എന്ത്? ബാല ഇന്ത്യ കേട്ടോ. റിപ്പബ്ലിക് ഡേ ജനുവരി 26 SKSF ഒന്ന് സംഘടിപ്പിക്കാറുണ്ട്. അതെന്താ? മനുഷ്യജാലിക അല്ലേ. SKSBV ഓഗസ്റ്റ് 15 സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പേരാണെന്ത്? സ്വതന്ത്ര പുലരി. നമ്മുടെ മദ്രസയിൽ പതാക ഉയർത്തലും കാര്യങ്ങളൊക്കെ അല്ലേ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നാളെ അപ്ലോഡ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിൽ കൂടുതൽ പണ്ഡിതന്മാരൊക്കെ ഒരു ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇപ്പോൾ നിലവിലുള്ള എന്താ പറയുക ഭാരവാഹികളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.